നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ താരം ആശാ ശരത് 100 കോടിയിലധികം രൂപയാണ് പാവം കർഷകരെ വഞ്ചിച്ച് നേടിയിരിക്കുന്നത്. SPC എന്ന വളം കമ്പനിയാണ് കേരളത്തിലെ പാവം കർഷകരെ പറ്റിച്ച് 1000 കോടിയിലധികം പണം അനധികൃതമായി സമ്പാദിച്ചത്. ഈ പറ്റിപ്പ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറും അൺഒഫീഷ്യൽ പാർട്ണറുമൊക്കെയാണ് ആശാ ശരത്. ഈ സ്ത്രീക്ക് എന്താണ് പണത്തിനോട് ഇത്രയധികം ആർത്തി? സിനിമയിൽ അഭിനയിച്ചും കടകൾ ഉദ്ഘാടിച്ചും പരസ്യങ്ങളിൽ വന്ന് നുണ പറഞ്ഞുമൊക്കെ കോടികളാണ് ഇവരുണ്ടാക്കുന്നത്. അത് അവരുടെ കാര്യം പോട്ടെ. ഈ പാവം കർഷകരുടെ അധ്വാന അംശം ഇങ്ങനെ കവർന്നെടുക്കുന്നത് എന്തിനാണ്? അതും ഒരു കൊള്ള തന്നെയല്ലേ? ഇടുക്കി, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിലാണ് SPC എന്ന ഈ വളക്കമ്പനി നിരവധി പേർക്ക് ഫ്രാഞ്ചൈസികൾ ആരംഭിക്കാം എന്ന പേരിലുള്ള പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ആയിരക്കണക്കിന് കർഷകരിൽ നിന്നും കോടികൾ സമാഹരിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പ് കേസിൽ ചിലരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആശാ ശരത്തിനെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ആശാ ശരത്തിനെ കൂടാതെ SPC എന്ന കമ്പനിയുടെ ചെയർമാനും ഉടമയുമായ ജയ്മോൻ, ഭാര്യ സുമി ജയ്മോൻ ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. IPC 406, 420, 506 എന്നിങ്ങനെ ജാമ്യമില്ലാ വകുപ്പിലാണ് കേസ്. SPC ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുന്നതിന് നടി ആശാ ശരത്താണ് പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരസ്യങ്ങളിലൂടെയും പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൽ വിശ്വസിച്ചാണ് നിരവധി കർഷകർ ഈ കമ്പനിയിലേക്ക് പണം നിക്ഷേപിച്ചത്. എന്നാൽ ഈ പാവം കർഷകരെ ഒക്കെ വഞ്ചിതരായിരിക്കുന്നു. പണം നൽകി വർഷങ്ങളായിട്ടും ഫ്രാഞ്ചൈസിയും ഇല്ല, നൽകിയ പണവും തിരികെ ലഭിക്കുന്നില്ല. പണം തിരികെ ചോദിച്ചപ്പോൾ ഇവരെ കൊന്നുകളയുമെന്നാണ് കമ്പനി നിയോഗിച്ച ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയത്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ആശാ ശരത്തിനെ പോലെയുള്ളവർ എന്തിനാണ് ഈ സാധു കർഷകരെ ഇങ്ങനെ പറ്റിച്ച് അനധികൃതമായി പണം സമ്പാദിക്കുന്നത്? മണ്ണിൽ പണിയെടുക്കുന്ന ഈ കർഷകരെ കബളിപ്പിച്ച് കോടികൾ വാരിക്കൂട്ടി എന്ത് സുഖം ജീവിതത്തിൽ അനുഭവിക്കാനാണ്? വഞ്ചിക്കപ്പെട്ടവരുടെ കണ്ണീർ വീണും ജീവിതത്തിൽ സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടമായി ഗതികെട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും അതിലൂടെ നശിക്കുന്നത് നിങ്ങൾ സ്വായത്തമാക്കിയ കലയും കഴിവുമാണ്. ആശാ ശരത്തിന് ഈ ചതിയിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കില്ല. കേരളദേശം വെറുക്കുന്ന ഒരു ദുരിതകാലത്തിലേക്ക്, പിന്നെ നിയമ നടപടിയിലൂടെ ജയിലിന് ഉള്ളിലേക്കാണ് ആശാ ശരത് എന്ന കലാകാരിയുടെ യാത്ര അവസാനിക്കുവാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.